ആദ്യം കരുതിയത് ആദർശനെയും നയനെയും കല്യാണിയും കിരണയും കൂട്ടി ഇങ്ങോട്ട് വിടാമെന്നാണ്. പിന്നെ വിചാരിച്ചു കാരണവന്മാർ തമ്മിൽ സംസാരിക്കേണ്ടത് ആദ്യം അവർ തന്നെ സംസാരിക്കണമെന്ന്. സാറ് പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കൂടുതലൊന്നും പറയണ്ട. അനിമോൻ അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നന്ദമോളും അനിയും അടുപ്പത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നന്ദമോളെ ഞങ്ങൾ കൈവിട്ട് കളയില്ലായിരുന്നു. ആദർശന്റെ തോളോട് ചേർന്ന് നടന്നിട്ട് അവനോട് പോലും കല്യാണത്തിന്റെ തലേദിവസമാ ഇക്കാര്യം പറയുന്നത്. പിന്നെ കുടുംബജോത്സ്യൻ അന്നേ പറഞ്ഞതാ അവന് 2 വിവാഹമുണ്ടെന്ന്. ആദ്യത്തേത് പോയി കഴിഞ്ഞു. ഇനി അധികം വൈകാതെ നിയമപരമായി അവർ വേർപിരിയും. അത് കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടി ഒരു പെണ്ണന്വേഷിച്ച് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. അനിയുടെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കോ സാറേ? അവള് മാത്രം എതിരെ നിൽക്കുന്നേ. ബാക്കി എല്ലാവർക്കും നന്ദമോളെ ഇഷ്ടോ. ഓളുടെയും ആ സിയുടെയും കല്യാണം നടത്തി തരണമെന്ന് പറയാൻ അത് ജയിക്കാനും തോൽക്കാനുള്ള ഒരു മത്സരമല്ല. 2 പെൺകുട്ടികൾ അർഹതയില്ലാതെ അനന്തപുരി തറവാടിലേക്ക് വന്നു. അതിനൊപ്പം ഇനി 3ാമതൊരാളെ കൂടി അങ്ങോട്ട് വിടാൻ കുറച്ച് വിഷമമുണ്ട് സാറേ. കൊച്ചുമോന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കണമെന്ന് കരുതിയാ സാറും അമ്മയും വന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൺമക്കൾ മുതിർന്നു കഴിഞ്ഞിട്ടും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇയാളോട് പറഞ്ഞു വിടുന്നതായിരുന്നു പതിവ്. എന്നോട് നേരിട്ട് പോലും പറയാൻ ഭയമായിരുന്നു. പിന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയത്. എങ്കിലും അയാളുടെ കൈയുടെ പാട് എന്റെ അനിയുടെ മുഖത്ത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ലടോ. രണ്ടാൾക്കും പ്രയാസമാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നേക്കൂ. അതെ. പിന്നെ നന്ദുവിന്റെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തണമെന്ന് താൻ പറയേണ്ട കാര്യമില്ല. അവരുടെ വേദനയും സങ്കടമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോടെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിമാരുടെയും അഭിപ്രായമല്ല നന്ദമോക്കെന്ന് ഞങ്ങൾക്കറിയാം. അനിയെ ഒത്തിരി ഇഷ്ടമാണെന്നും അറിയാം. എന്നാ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് മോളെ. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ബന്ധം ആയിരിക്കില്ല നമുക്ക് കിട്ടുന്ന. അപൂർവമായിട്ടേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. പലപ്പോഴും വിവാഹം കഴിഞ്ഞ ശേഷം ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കാറുണ്ട് ഇതായിരുന്നില്ല എനിക്ക് പറ്റിയ ബന്ധമെന്നൊക്കെ. പെമ്മക്കളെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ച മോളുടെ അമ്മ പോലും ഇപ്പൊ മാറിക്കഴിഞ്ഞു. പിന്നെ ഗോവിന്ദന് പണ്ട് മുതലേ ആർത്തി അത്യാഗ്രഹമൊന്നും ഇല്ലാത്ത കൂട്ടത്തില. അവർ രണ്ടാളും ആ സിഐക്കൊപ്പം മോള് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തയ്യാറാവില്ല. അനിയോട് പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. അനുകൂല മറുപടിയായിട്ട് ചെല്ലാവുന്ന. അവനിപ്പോ കാത്തിരിക്കായിരിക്കും. ഇങ്ങനൊരു സാഹചര്യത്തില് ഗോവിന്ദനെയും കനകയും മറികടന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല.